ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആറാമത്തെ നക്ഷത്രമായ തിരുവാതിരയെ കുറിച്ച് മനസ്സിലാക്കാം. മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിര. അതുകൊണ്ട് തന്നെ ദേവത ശിവനാണ്, ഗണം മനുഷ്യനാണ്, യോനി സ്ത്രീ, ഭൂതം ജലം, മൃഗം ശ്വാവ്, പക്ഷി ചെമ്പോത്ത്, വൃക്ഷം കരിമരം, അക്ഷരങ്ങൾ ക ഖ ങ ച എന്നിവയുമാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെ സംരക്ഷിക്കുന്നത് ശ്രേയസ്കരമാണ്. മിഥുന രാശിയിലാണ് ഈ നക്ഷത്രത്തിന്റെ 4 പാദങ്ങളും വരുന്നത്. അധിപൻ ബുധനാണ്. രാഹുവിന്റെ സ്വന്തം നക്ഷത്രമാണ് തിരുവാതിര. കർമ്മ വരുന്നത് ശുക്രകർമ്മയുമാണ്. ലക്കി നമ്പർ 1 കണ്ണുനീർ തുള്ളിയാണ് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രതിസന്ധി തരണം ചെയ്യാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. രോഗ ദുരിതമാവാം, വളരെ സ്നേഹിച്ച ആരുടെയെങ്കിലും വിയോഗമാവാം, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കും. കാരണം കണ്ണുനീർ തുള്ളിയാണ് ഇതിന്റെ ചിഹ്നം എന്നുള്ളതാണ്. മിഥുന രാശിയിലായതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. ഹാസ്യം പറയാനോ ആസ്വദിക്കാനോ എന്തെങ്കിലും ഒന്ന് ഇഷ്ടമായിരിക്കും. മിഥുന രാശി ഉഭയരാശി ആയതുകൊണ്ട് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് ഉറച്ചതായിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. ഭൗതിക ജീവിതത്തിൽ തൽപരരായിരിക്കും. കാരണം രാഹു മെറ്റീരിയലിസ്റ്റിക് ആണ്. ധാരാളം യാത്രകൾ ചെയ്യാനും യാത്രകൾ ആസ്വദിക്കാനും ഇവർക്ക് ഇഷ്ടമായിരിക്കും. ഇവർക്ക് എല്ലാവരെയും കളിയാക്കാം. പക്ഷെ ആരെങ്കിലും ഇവരെ ഒന്ന് കളിയാക്കിയാൽ അത് ഇവർക്ക് മറക്കാൻ കഴിയില്ല. ഒരു വൈരാഗ്യ ബുദ്ധിയോടെ മനസ്സിൽ സൂക്ഷിക്കും. ഇവർക്ക് കുറച്ച് ഈഗോ ഉണ്ടാവും. കംപ്ലൈന്റ് പറയുക എന്നൊരു സ്വഭാവവും ഉണ്ടാവും. ഈ ഒരു സ്വഭാവം മാറ്റിയാൽ നല്ല കഴിവുള്ളവരായി ശോഭിക്കാൻ ഇവർക്ക് കഴിയും. DNA അസ്ട്രോളജി പ്രകാരം ശുക്രകർമ്മയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രണയം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആദ്യ വിവാഹം പരാജയപ്പെടാം. മഹാദേവന്റെ കാര്യം നമുക്കറിയാമല്ലേ. ആദ്യം സതീദേവിയുമായുള്ള വിവാഹം, സതീദേവിയുടെ മരണശേഷം പാർവതി ദേവിയുമായുള്ള വിവാഹം. അതുപോലെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും. ഒന്നുകിൽ പ്രണയം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ 2 വിവാഹം നടക്കുക, വിവാഹം പ്രായം കഴിഞ്ഞ് നടക്കുക, അതുമല്ലെങ്കിൽ 2 പേരും കുറച്ചുകാലം വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരിക. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ശുക്രകർമ്മയിലുള്ള നെഗറ്റീവ് വശമാണിത്. അതേസമയം ഇവർക്ക് ആർട്സ്, ഡാൻസ്, പെയിന്റിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നല്ല കഴിവ് ജന്മനാ ഉണ്ടാവും. അത് വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ലഗ്നമായാലും മതി, ഇവരെ നൃത്തമോ ചിത്രരചന തുടങ്ങിയ കലകളിൽ വ്യാപൃതരാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ ശുക്രകർമ്മയുടെ നെഗറ്റീവ് കുറയ്ക്കാൻ കഴിയും. വിവാഹത്തിന് മുൻപ് ദൈവവിശ്വാസമുണ്ടെങ്കിൽ ശേഷം ഉണ്ടാവില്ല. തിരിച്ചും സംഭവിക്കാം. രാഹു ആയതുകൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിനു പിന്നിൽ പോയാൽ പരാജയം സംഭവിക്കും. ശത്രുവിനെ ഫ്രണ്ട്സാക്കും, ഫ്രണ്ട്സിനെ ശത്രുവാക്കും. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ ഇവർ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. നക്ഷത്ര ദേവതയായ ശിവഭഗവാനെയും അധിപൻ രാഹു ആയതുകൊണ്ട് സർപ്പാരാധനയും ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തും. 14 മുതൽ 24 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ വിഷമിപ്പിക്കരുത്. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുമ്പോൾ ഇവരുടെ ജീവിതം ശ്രേയസ്കരമാവും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.